ഒഴിവുള്ള ദിവസങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലിരിക്കുക, ടി വി കാണുക, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, കിടക്കുക, ഉറങ്ങുക, ഇങ്ങനെയൊക്കെയാണ്. എനിക്കങ്ങനെ പുറത്ത് പോകാൻ ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് പോകാൻ കേട്ടോ. ഞാൻ എൻ്റെ പുതിയ ബാഗൊക്കെ ആദ്യമായിട്ട് എടുക്കാൻ കേട്ടോ. പക്ഷേ അതിൽ നമുക്ക് സാധനങ്ങൾ കൊള്ളാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ വേറൊരു ബാഗ് കുത്തിക്കൊള്ളിച്ചിട്ടിരിക്കണേ. അതൊന്നും ഇവിടെ പ്ലസ്സിലാണ് ടെമ്പറേച്ചർ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വാമാണ് കേട്ടോ. ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ചൂട് എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ. നമ്മൾ ആദ്യം ഡയറക്റ്റ് പോകുന്നത് വോൾമാർട്ടിലാണ്. വോൾമാർട്ടിൻ്റെ ഉള്ളിൽ ചെറിയൊരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മറ്റേ ഫാർമാഫ്രീ പോലത്തെ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാവും. നമ്മൾ അവിടുന്ന് മേടിക്കാനാണ് പോണത്. കാരണം അവിടെ പൊതുവേ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി പ്രൈസ് നമ്മൾ നോർമൽ ഫാർമാപ്രിയിലോ ഒക്കെ പോകണമെങ്കിലും കുറച്ചും കൂടി പ്രൈസ് കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പിന്നെ കാക്കുണ്ടാകുമ്പോൾ കാക്കുനെ ഡ്രോപ്പ് ചെയ്യും, പിന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് നടക്കണം, അത് വേറൊരു വിഷയം. പോകുന്ന വഴിക്ക് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സമ്മറൊക്കെ ആയില്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല ഡ്രസ് കളക്ഷൻസ് ഒക്കെ വന്നതൊക്കെ നോക്കി. പക്ഷേ ഞാനൊന്നും വാങ്ങിയില്ല. നമ്മൾ ഇവിടുന്ന് ഒരു ലിപ്സ്റ്റിക്കും എൻ്റെ മറ്റേ സെറാവിൻ്റെ ഒരു മോയ്സ്ചറൈസറും മാത്രം വാങ്ങിക്കണ്ട് നല്ല കുട്ടിയെ നമ്മളൊന്ന് തിരിച്ചു പോകുന്നു കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണുള്ളൂ, പക്ഷേ മേടിക്കില്ല. അപ്പോൾ ഒരു വഴിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അർബൻ പ്ലാന്റിലൊന്ന് കയറാം. എനിക്ക് കുറേ ആയിട്ട് ഞാനൊരു ജീൻസ് ഇങ്ങനെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടുത്തെ ഒന്നും കണ്ടപ്പോൾ ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഓൺലൈനിലൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ, അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഞാനൊന്ന് ഡോളറാമിൽ കയറി. കൂടുതലൊന്നും മേടിക്കാനൊന്നുമില്ല, എന്തായാലും വന്നതല്ലേ, ഒക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. പുതിയ ഹോട്ട് വീൽസ് ഒക്കെ വന്നിട്ടുണ്ടോ. പക്ഷേ എനിക്ക് കോട്ടലോറിയാണ് ഇഷ്ടമായത്, മറ്റേതൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇനി നമുക്ക് വെറുതെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അതിൽ ഇപ്പോൾ എനിക്ക് അവിടെ എത്തുമ്പോൾ വല്ലാണ്ട് എൻ്റെ കൈ വറക്കലില്ല. കാരണം ലാസ്റ്റ് ടൈം ഞാൻ കുറച്ച് അധികം ബുക്സൊക്കെ വാങ്ങിയിരുന്നു. എനിക്ക് പിന്നെ ഒരു പരിധി കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിൽ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് മേടിക്കില്ല കേട്ടോ. അത് പിന്നെ എന്താണെങ്കിലും ആകെ ഞാൻ മാറി മേടിക്കുന്നത് ലിപ്സ്റ്റിക്കാണ്. അതും ഞാൻ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ വളരെ കുറവാണ് മേടിക്കൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വളരെ വിചിത്രമായി കുറച്ച് 4-5 പാത്രങ്ങൾ വാങ്ങി പോകുന്നു. എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്രദമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയും ഒന്ന് പുറത്തെത്തിക്കാണ്ട് കുറച്ച് തണുപ്പ് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടി പുറത്ത് വന്നതാണ് കേട്ടോ ഗൈസ്. കാരണം ഞാൻ ഓൾറെഡി ഇട്ട ഡ്രസ്സ് ഭയങ്കര വാമായിട്ടുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പുറത്ത് പിന്നെ ഒരു ജാക്കറ്റും കൂടെ ആയിട്ട് എനിക്ക് നല്ല ചൂടേനു. ഇനി ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ കാണിച്ചിട്ടതിൽ കാണിക്കാനൊന്നുമില്ല, വാങ്ങിയ സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.